Welcome to our home. കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് ഞാൻ പറയുന്നുണ്ട് ഞങ്ങൾ കുറച്ച് ബിസിയാണെന്നുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫ്ലാറ്റ് മാറുവാണ്, ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുവാണ്. അപ്പം അതാണ് ഞങ്ങൾ കുറച്ച് നാളായിട്ട് ബിസിയാണ്. കാരണം ഫ്ലാറ്റ് അല്ല ഒരു വീട് മാറുക എന്ന് പറയുന്നത് വലിയൊരു മെനക്കെട്ട പണിയാണ്. നമ്മൾ ഫുള്ളും പാക്ക് ചെയ്യുക, പിന്നെ അവിടെ ചെന്നിട്ട് അൺപാക്ക് ചെയ്യുക. കുറച്ച് നാളെടുക്കും നമ്മളൊന്ന് ബാക്ക് ടു ലൈഫ് ആവാനായിട്ട്. ആ ഒരു മൂഡിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പാക്കിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 2-3 ദിവസം കൂടെ ഉള്ളൂ നമ്മൾ ഈ ഒരു ഫ്ലാറ്റിൽ. ഭയങ്കര ഒരു ഇമോഷണൽ മൊമെൻറ്റും കൂടെ. കാരണം ഈ ഒരു ഫ്ലാറ്റ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നമ്മൾ മാറിയതാണ്. ഇപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലാറ്റാണ്. നമ്മുടെ ഫ്രണ്ട്സിനാണേലും ഫാമിലി ആണേലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു ഫ്ലാറ്റാണ് കേട്ടോ. ഞങ്ങൾ ഫ്ലാറ്റ് മാറുന്ന കാര്യം തന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്തപ്പോൾ ആദ്യം എല്ലാവരുടെയും ചോദ്യം തന്നെ അതായിരുന്നു, എന്താണ് പെട്ടെന്ന് ഫ്ലാറ്റ് മാറുന്നത്, നല്ല ഫ്ലാറ്റ് അല്ലായിരുന്നു എന്നായിരുന്നു. നമ്മൾ ഇപ്പം മാറുന്നൊരു കാരണം എന്ന് വെച്ചാൽ ഇപ്പം നല്ല റെൻറ്റ് കുറവാണ്. എല്ലാവർക്കും ഇവിടെ ഉള്ളവർക്ക് അറിയാം ഇപ്പം നല്ലതായിട്ട് റെൻറ്റൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. പിന്നെ ഞങ്ങളൊരു 2 ബെഡ്റൂമിലോട്ട് മാറാനാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് കുറച്ച് റീസൺസ്. നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോഴൊക്കെ 2 ബെഡ്റൂം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സൗകര്യമാണല്ലോ, അതുകൊണ്ടും കൂടെയൊക്കെയാണ്. പിന്നെ നമുക്ക് എല്ലാം ഒത്ത് ഇതേ ഏരിയയിൽ തന്നെ എന്നാൽ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയ ഒരു ഫ്ലാറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടും കൂടെയാണ് മാറുന്നത്. കാരണം നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു, അതിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഏരിയയും വിട്ടു പോകരുതെന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒത്തു വന്നപ്പോഴത്തേന് മാറാമെന്ന് തന്നെ വിചാരിച്ചു. ഈ വീടെന്ന് പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ വീട് ഡെക്കറേറ്റ് ചെയ്തതാണെങ്കിലും സ്റ്റൈൽ ചെയ്തതും എല്ലാം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഓരോ കോണർ നോക്കിയാലും എൻ്റെ എന്തെങ്കിലും ഞാൻ ആ ഒരു കോണർ ഇവിടെ വെറുതെ വിട്ടിട്ടില്ല. പിന്നെ കുറേ നാളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഹോം ടൂർ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ തിരക്കിനിടയിൽ ഞാനൊരു ഹോം ടൂർ എന്തായാലും എടുക്കാം. പിന്നെ ഞങ്ങൾക്കും ഭാവിയിൽ നമുക്ക് ഈ വീട്ടിൻ്റെ ഒരു മെമ്മറി ആയിട്ട് യൂട്യൂബിൽ എപ്പോഴും ആ വീഡിയോ കിടക്കുമല്ലോ. നമുക്കാണേലും കുഞ്ഞുങ്ങളൊക്കെ വലുതായാലും അവർക്കാണേലും കാണാം. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നടന്നിട്ടുള്ളൊരു ഫ്ലാറ്റാണ്. മോൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയത് ഇവിടെയാണ്. മോൻ ശരിക്കും വളർന്നത് ഇവിടെയാണ്. അവൻ 1 വയസ്സുള്ളപ്പോൾ വന്നതാണ് ഇവിടെ. ഇപ്പോൾ അവന് 4 വയസ്സ് 5 വയസ്സാകാൻ പോകുന്നു. ഇത്രയും ഒരു വർഷക്കാലം അവൻ ഇവിടെയാണ് നിന്നത്. അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയത് ഇവിടെയാണ്, ഡേ കെയറിൽ പോകാൻ തുടങ്ങിയത് ഇവിടെയാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് മോനെ സംബന്ധിച്ചും ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വീട് കൂടിയാണ്. അപ്പോൾ ഞാനിനി ഇൻട്രഡക്ഷൻ നീട്ടുന്നില്ല. ഞാൻ വഴിയെ പുതിയ വീടിൻ്റെ MD ടൂറും പിന്നെ ഞങ്ങൾ എങ്ങോട്ടാണ് മാറുന്നതും എല്ലാം ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിലൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഹോം ടൂർ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഡോറിൽ നിന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലിവിങ് റൂമാണ്. ഇതൊരു ലിവിങ് കം ഡൈനിങ് റൂമാണ്. നമ്മളിവിടെയൊക്കെ എല്ലാ മിക്ക ഫ്ലാറ്റുകളിലും അങ്ങനെയായിരിക്കും. ലിവിങ് റൂമും ഡൈനിങ് റൂമും ഒക്കെ ഒരൊറ്റ റൂമായിരിക്കും. അതിനെ തന്നെ ഞാൻ പല രീതിയിൽ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു എൻട്രി വേ, ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ, അത് നമ്മുടെ ലിവിങ് ഏരിയ, അങ്ങനെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ഡോറിൽ നിന്ന് മുന്നോട്ട് വരുമ്പം സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഞങ്ങളുടെ എൻട്രി വേ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണുക. പിന്നെ ഇവിടെ ഞാനിപ്പം ഭയങ്കര മിനിമലായിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്കിപ്പോൾ ഒരു മിനിമൽ ലുക്കൊക്കെയാണ് ഇഷ്ടം, ഒരുപാട് ക്രൗഡഡ് ആക്കാതെ. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കുവാണിപ്പം. പിന്നെ ഈ ഒരു വേസ് ഞാനൊരു റീസെൻ്റ്ലി മേടിച്ചാണ് കേട്ടോ. ഒരു 2 months ഒക്കെ ആയി. നമ്മൾ ചാനലിൽ വീഡിയോസ് റെഗുലർ അല്ലാത്തത് കൊണ്ട് ഇത് കാണിക്കാൻ പറ്റിയില്ല. ഇത് പാനമറൈസിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. പിൻട്രസ്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്താൽ ഫുൾ ഇങ്ങനത്തെ വേസാണ്. പിന്നെ ഈ ഒരു വേസ്റ്റ് ഞാൻ നേരത്തെ ഇവിടെയാണ് വെച്ചിരുന്നത്. അത് ഞാൻ ഇപ്പോൾ താഴോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എപ്പോഴും എൻ്റെ ഡെക്കോർ പീസസ് എല്ലാം ഓരോ സമയത്തും ഓരോ രീതിയിലാണ്. എനിക്ക് ഒരേ ടൈപ്പ് രീതിയിൽ എപ്പോഴും വെക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ ഈ ഒരു എൻട്രി വേയുടെ സൈഡിൽ മോൻ്റെ സൈക്കിൾ വെച്ചിട്ടുണ്ട്. ഈ സൈഡ് നമ്മുടെ എൻട്രി വേ,
ഈ സൈഡിലോട്ട് വന്നാൽ ഞാനൊരു ചെറിയ നമ്മുടെ CC പ്ലാന്റ് വെച്ചിട്ടുണ്ട്. നമ്മുടെ DIY പ്ലാന്റ് സ്റ്റാൻഡാണ്. പിന്നെ ഇവിടെ ഞാൻ ഒരു മിറർ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഇപ്പം കുറേയൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്യാനായിട്ടൊക്കെ എടുത്ത് മാറ്റി കേട്ടോ. അപ്പോൾ അവിടെ ഇപ്പം ഞങ്ങൾ കീ ഇടാനായിട്ടാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ പ്രാർത്ഥിക്കുന്ന ഒരു ഏരിയ ആണ്. ഈശോയുടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സാനിറ്റൈസറും മാസ്കും അതിവിടെ തന്നെയാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ ഡോറ് തുറക്കുന്നതിന് മുന്നേ നമുക്ക് എളുപ്പം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ബൈബിളും പിന്നെ ക്യാൻഡിൽസും ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ഏരിയ ആണിത്. നമ്മൾ പോകുന്നതിന് മുന്നേ പ്രാർത്ഥിച്ചിട്ടൊന്ന് പോകാനായിട്ടാണ്. അപ്പോൾ അതാണ് ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വേറെ ഒന്നുമില്ല, ബാക്കിയെല്ലാം ക്ലിയർ ആണ്. അപ്പോൾ ഇതാണ് ടോട്ടൽ ഒരു എൻട്രൻസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് ഡൈനിങ് ഏരിയ നോക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു കുട്ടി ഡൈനിങ് ഏരിയ. ഡൈനിങ് ടേബിൾ സ്റ്റൈലിംഗ് വീഡിയോയിലൊക്കെ നിങ്ങൾ ഓൾറെഡി ഡൈനിങ് ടേബിളൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ DIY വീഡിയോസ് എല്ലാം ഞാൻ ഈ ടേബിളിലാണ് ചെയ്യുന്നത്. പിന്നെ ഈ ചെയർ 3 കളയാറായി കേട്ടോ. നിങ്ങൾക്ക് കാണാമല്ലോ, ഭയങ്കര വെയർ ആൻഡ് ടയർ ആയി. പിന്നെ അതുമാത്രമല്ല നല്ല ആട്ടമാണ്. നല്ല വെയിറ്റ് ഉള്ളവരൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ചിരിക്കണം. കാരണം ഒരു 6 വർഷം ആയതാണ്. അബുദാബിയിൽ ഞങ്ങളായിരുന്ന സമയത്തേ ഉണ്ടായിരുന്നതാണ്. ഇനി ഇതും ഒന്ന് റീപ്ലേസ് ചെയ്യണം. അല്ലെങ്കിൽ കവർ ഇട്ടാലും മതി. ഞങ്ങൾ കുറേ നാളൊക്കെ കവർ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ എന്നാൽ പോലും ഇപ്പം നല്ല ആട്ടമായി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലെ വോൾ ഡെക്കോറുകളെല്ലാം, അതായത് വോളിൽ ഹാങ് ചെയ്തിരിക്കുന്ന എല്ലാം ടെമ്പററി ആണ്. എന്ന് വെച്ചാൽ ഓരോ സീസൺ അനുസരിച്ച് മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഈ ഒരു ക്ലോക്ക് തന്നെ സ്ഥിരമായിട്ട് ഇവിടെ ആയിരിക്കത്തില്ല. ചില സമയത്ത് വേറെ എന്തെങ്കിലും ഒരു വോൾ ആർട്ട് വരും. അങ്ങനെയാണ് ഞാൻ എപ്പോഴും, എനിക്കതാണ് ഇഷ്ടം. ഒരേ ലുക്ക് തന്നെ ഫോളോ ചെയ്യുന്ന എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആ ഒരു ക്ലോക്കാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ വെള്ളമൊക്കെ വെക്കുന്ന എന്താ പറയുന്നത് ഒരു പോട്ടുണ്ടല്ലോ, അത് ഞാനിവിടെ താഴെ എഴുതി കാണിക്കാം. എനിക്ക് ആ പേര് കിട്ടുന്നില്ല. അപ്പം അതാണ് നമ്മുടെ ലുലുന്ന് മേടിച്ചാണ് കേട്ടോ. അതിനെ ഞാനിങ്ങനെ വേസ് ആക്കിയതാണ്. നല്ലൊരു ഷേപ്പ് അല്ലേ അതിന്. പിന്നെ അത് ഇപ്പോഴും ക്രിസ്മസിൻ്റെ പില്ലോയാണ് കേട്ടോ. അതൊന്നും മാറ്റാൻ സമയം കിട്ടിയില്ല. ഇത് പിന്നെ ഒരു ടെഡി ബിയർ ആണ്. അത് മോന് ഒരു 6-7 മാസം ആയപ്പോൾ തൊട്ട് കൂടെ ഉള്ളതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലോറൽസ് ഒക്കെ ഇതൊരു യൂക്കാലിപ് ചെടിയുടെ ആ ഒരു തണ്ട് പോലത്തെ ഇതൊക്കെ അയക്കുന്നു. ഇത് ഡേയ്സോ ജപ്പാനാണെന്നാണ് എൻ്റെ ഇത് കണ്ട ഇംഗ്ലീഷ് ഐവിയുടെ പോലുള്ള ലീവ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല ലൈറ്റും കാര്യങ്ങളൊക്കെ ഡിസ്കണക്ട് ചെയ്തിട്ടേക്കുന്നതാണ്. അവിടെ കണ്ടില്ല, അവിടെ ഒരു ട്യൂബായിരുന്നു. ആ ട്യൂബും നമ്മുടെ ഫാനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മുടെ പുതിയ ഫ്ലാറ്റിൽ ഇപ്പം ഇലക്ട്രിക്കൽ വർക്ക് നടക്കുകയാണ്. അപ്പം നമ്മൾ ഇതൊക്കെ അവിടെ കൊണ്ട് കൊടുത്തേക്കുവാണ് അവർക്ക് അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ ബിൽഡിങ്ങിൽ നിന്ന് തന്നെ ഓൾറെഡി നമ്മൾ മാറുമ്പോൾ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പം നമ്മുടെ ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെയാണ് ലിവിങ് ഏരിയ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ ലിവിങ് ഏരിയ ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഒരു വലിയൊരു സോഫയുണ്ട്, ഒരു 3 സീറ്റർ സോഫ കം ബെഡാണ്. പിന്നെ ഫുൾ പ്ലാന്റ്സ് ആണ്. എല്ലായിടത്തും ഞാൻ ചെടി വെച്ചിട്ടുണ്ട്. പൊതുവേ ഉള്ളൊരു ഇവിടുത്തെ 1 ബെഡ്റൂമിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു 1 ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയാം. ഇവിടെ നമ്മുടെ TV യൂണിറ്റും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്ന TV യൂണിറ്റ് അല്ല, ഒരു ഷെൽഫും. ഇത് സെറ്റായിട്ട് തന്നെ നമ്മൾ ഐക്യെന്ന് മേടിച്ചാണ് കേട്ടോ. പിന്നെ അതിൽ താഴെ എല്ലാം ഞാൻ പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. കാരണം ഡെക്കോർ ഐറ്റംസ് ഒന്നും ഈ 3 തട്ടിൽ വെക്കാനായിട്ട് പറ്റത്തില്ല. കാരണം മോൻ അത് എടുക്കും, പിന്നെ കയ്യിൽ നിന്ന് വീഴും, പൊട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ചെടികൾ പിന്നെ ഒന്നും ചെയ്യത്തില്ല. എന്നെ പോലെ തന്നെ ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. മേളിലോട്ടാണ് എൻ്റെ കുറച്ച് ഡെക്കോർ ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഈ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷെൽഫ് സ്റ്റൈലിംഗ് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാന്നുള്ളത്. ഇവിടെ തൽക്കാലം ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് കൂടുതൽ ചെടികൾ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കിതൊക്കെ എക്സ്ട്രാ ചെടി വെക്കാനായിട്ടും യൂസ് ചെയ്യാമല്ലോ. ഇതാണ് നമ്മുടെ സോഫ. അപ്പോൾ സോഫ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ നിങ്ങൾക്ക് തോന്നും ചില സ്ഥലത്തൊക്കെ. അത് വെൽവെറ്റ്, ചെറിയൊരു തിളക്കം വെൽവെറ്റ് ഷെയ്ഡ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇവിടെയാണ് എൻ്റെ മോൻ സ്ഥിരമായിട്ട് TV കാണാനിരിക്കുന്നത്. അപ്പോൾ പാലായിക്കോട്ടെ ജ്യൂസ് ആയിക്കോട്ടെ എല്ലാം ഇവിടെ വീഴ്ത്തും കമത്തും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു L ഷേപ്പ്, ഈ ഒരു സ്ഥലത്ത് മാത്രം ഞാൻ ചുമ്മാ ഒരു ബ്ലാങ്കറ്റ് ഇട്ടേക്കുന്നതാണ്, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലിവിങ് ഏരിയ എന്ന് പറയാം. ഇത് പിന്നെ നമ്മുടെ സോഫയുടെ മേളിലുള്ള ഈ ഒരു വോൾ ആർട്ട് എല്ലാ മാസവും ഏതെങ്കിലും വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ പല വീഡിയോയിൽ പലത് കാണും. കാരണം ഓരോ മൂഡിനനുസരിച്ച് ഞാൻ മാറ്റും. ഇതിപ്പോൾ ക്രിസ്മസിന് ഞാൻ ഡിസംബറിൽ ഈ മിററും വെച്ചു, ഈ ഗാർലൻഡും വെച്ചു. ഇത് ഞാൻ എടുത്ത് മാറ്റാനായിട്ട് മറന്നുപോയി. ക്രിസ്മസ് ട്രീ ഒക്കെ മാറ്റി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി ഒരു ലിവിങ് ഏരിയ. അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ. നമുക്ക് നടക്കാനും ഓടാനും ഒക്കെ ഒരുപാട് സ്ഥലമുണ്ട്. പിന്നെ ഈ ഒരു കോർണർ ഞാൻ കുറച്ച് ചെടികളൊക്കെ വെച്ച് ഒരു മിററൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ലിവിങ് റൂമിൽ നിന്ന് മുന്നോട്ട് വരുമ്പോഴാണ് ചെടികൾ. എൻ്റെ 1-2 പ്ലാന്റ് ഞങ്ങൾ ബാൽക്കണിയിൽ ഇരുന്നതും ഇവിടെ ഇരുന്ന 1-2 പ്ലാന്റ്സ് ഒക്കെ ഞങ്ങളുടെ പുതിയ ഫ്ലാറ്റിലോട്ട് കൊണ്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ ഒരു വോൾ ഡെക്കോർ നമ്മുടെ ചാനൽ നമ്മൾ ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇവിടെയാണ് മോന്റെ ടോയ്സും കാര്യങ്ങളും. ഇതൊന്നും അല്ല കേട്ടോ, ഇത് കൂടുതലുണ്ട്. അത്യാവശ്യം അവൻ ഇപ്പൊ കളിക്കേണ്ടത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങൾ കാർഡ്ബോർഡ് ബോക്സിലാക്കി വെച്ചേക്കുവാണ്. പിന്നെ കുറച്ച് ടോയ്സ് ഇതാ ഇവിടെ ബാസ്ക്കറ്റിൽ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലാണ് നമ്മുടെ അടുത്ത DIY മിറർ വെച്ചിരിക്കുന്നത്. ഒരു ചെടി വെച്ചിട്ടുണ്ട്. ഇതും നമ്മൾ ചെയ്തൊരു DIY മിററാണ്. അപ്പൊ ക്രിസ്മസ് ട്രീ ഒക്കെ മാറ്റി ഇപ്പൊ ഇങ്ങനെയാണ് ലുക്ക്. പിന്നെ ഈ ഒരു വിൻഡോ ഞാൻ മേക്ക് ഓവർ ചെയ്തതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒറിജിനലി ഈ വിൻഡോ എങ്ങനെയായിരുന്നു എന്നുള്ളതും പിന്നീട് ഞാൻ DIY ചെയ്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു വ്യൂ ആണ്. ഈ ഒരു വ്യൂ എന്തായാലും ഞങ്ങൾ മിസ് ചെയ്യും. അടുത്ത ഫ്ലാറ്റിൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ മറന്നുപോയി, ഞങ്ങളുടെ DIY കോഫി ടേബിള് ഫർണിച്ചറൊക്കെ നമുക്ക് മിനിമൽ ആയിട്ടേ ഉള്ളൂ. എനിക്ക് ഒരുപാട് ക്രൗഡഡ് ആക്കുന്ന ഇഷ്ടമല്ല. നിങ്ങൾക്ക് കാണാം ഒരുപാട് ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. മോനുള്ളത് കൊണ്ട് തന്നെ ആൾക്ക് ഓടിക്കളിക്കാനും ഒക്കെ ഒരുപാട് സ്ഥലം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഞങ്ങളുടെ ഹോളിലെ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഹോൾവേ കാണാം. അപ്പോൾ ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ മുന്നിലോട്ടാണ് കാണാം ഞങ്ങളുടെ ഹോൾവേ. അപ്പോൾ ഹോൾവേയിലാണ് നമ്മുടെ ഗാലറി ഹോളും കാര്യങ്ങളും ഒക്കെ. ഇതും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണുക. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്, എക്സെപ്റ്റ് 1-2 കാര്യങ്ങളൊന്ന് ഇതിൻ്റെ ലാമ്പ് ഷെയ്ഡ് ഞങ്ങൾ മാറ്റി പുതിയ ഫ്ലാറ്റിലോട്ട് കൊണ്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ മോന് നമ്മുടെ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ, അത് വെച്ചൊരു ദിവസം ഉരച്ചതാണ് കേട്ടോ. പെയിന്റ് പോയി. പിന്നെ ഞങ്ങൾ റീപെയിന്റ് ഒന്നും ചെയ്യാൻ പോയില്ല, കാരണം കോഴ്സ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുവാണല്ലോ. ഈ ഹോൾവേയിൽ കാണുന്ന ആദ്യത്തെ ഡോർ ഗസ്റ്റ് ബാത്റൂം, പിന്നെ നേരെ കാണുന്ന കിച്ചൺ, സൈഡിലാണ് നമ്മുടെ ബെഡ്റൂം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗസ്റ്റ് ബാത്റൂം കാണാം. അപ്പം ഞങ്ങൾ ഈ ഒരു ബാത്റൂം യൂസ് ചെയ്യാറേ ഇല്ല. കുറേ നാളും ഞങ്ങൾ സ്റ്റോർ റൂമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബാത്റൂം ആയിരുന്നു കേട്ടോ. ബാത്റൂം പിന്നെ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാനില്ല. ഒരു വാഷ് ബേസിനുണ്ട്, അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ബാത്റൂമാണ്, ഫുൾ ബാത്റൂമാണ്. ഞങ്ങൾ ഒത്തിരി യൂസ് ചെയ്യാത്ത ബാത്റൂമാണ്, അതുകൊണ്ട് തന്നെ നല്ല ഡ്രൈ ആയിട്ടാണ് എപ്പോഴും കിടക്കാറുള്ളത്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് എൻ്റെ ക്രീമും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ച് കാണിക്കാനില്ല. അപ്പം ഇതാണ് ഞങ്ങളുടെ ഗസ്റ്റ് ബാത്റൂം. പിന്നെ നേരെ കാണുന്നത് കിച്ചൺ, സൈഡിൽ ബെഡ്റൂം. ഇനി നമുക്ക് ബെഡ്റൂം കാണാം. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. അപ്പം ഞങ്ങൾ ബെഡ്റൂം ഒരു രീതിയിലും സ്റ്റൈലോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു ഡെക്കറേഷനും ചെയ്യാത്തൊരു ഏരിയ ആണ് കേട്ടോ ഞങ്ങളുടെ ബെഡ്റൂം. ഒരു ബെഡിന് മേളിലൊരു വോൾ ആർട്ട് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സിംഗിൾ ബെഡും ഒരു കിങ് സൈസ് ബെഡും ഉണ്ട്. അപ്പോൾ സിംഗിൾ ബെഡ് ഞങ്ങളിങ്ങനെ ആരെങ്കിലും എക്സ്ട്രാ നാട്ടിൽ നിന്ന് വന്നാൽ കിടക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇപ്പം ആരും കൊറോണയൊക്കെ ആയിട്ട് ആരും വിസിറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഇങ്ങനെ തന്നെ ഇട്ടേക്കാണ്. ഹോളിലിട്ടാൽ ഹോള് ഭയങ്കര കൺജസ്റ്റഡ് ആവുമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഈ ഒരു ഇതും ഒരു സെക്കൻഡ് ബെഡ്റൂം പോലെ വേറൊരു മുറി പോലെയാണ്. ഇത് വലിയൊരു ബെഡ്റൂമാണ്. അപ്പോൾ ഇത് ഇൻബിൽട്ട് വാർഡ്രോബാണ് കേട്ടോ. ഇതിൻ്റെ ഡോറ് ഇളകിയിരിക്കുകയാണ്, അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് ഇവരുടെ തന്നെയാണ്. പിന്നെ നമ്മളിപ്പം എന്തായാലും ഷിഫ്റ്റ് ചെയ്യാൻ പോവല്ലേ, അപ്പോൾ തുണിയെല്ലാം കോലം കെട്ട് കിടക്കുകയാണ് കേട്ടോ. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന തിരക്കിലായതുകൊണ്ട്. പിന്നെ അവിടെ മോൻ്റെ ഒരു സ്കൂട്ടർ ഇരിപ്പുണ്ട്. പിന്നെ ഈ ബ്ലാക്ക് കളറുള്ളത് നമ്മുടെ തന്നെ വാർഡ്രോബാണ്. പിന്നെ നമ്മുടെ ബെഡ്റൂമിലാണ് ബാൽക്കണി ഉള്ളത്. പിന്നെ ഇവിടെ വേറെ എക്സ്ട്രാ 2 വിൻഡോ ഉണ്ട്. അപ്പോൾ നല്ല വെട്ടമാണ് നമ്മുടെ ബെഡ്റൂമിൽ. പിന്നെ ഇവിടെ ഒരു വലിയ മിറർ വെച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ഡ്രസ്സിംഗ് ടേബിൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ അതിന് സൈഡിൽ തന്നെ ചെറിയ ഷെൽഫ് വെച്ചിട്ട് അവിടെയാണ് എൻ്റെ അല്ലറച്ചില്ലറ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഈ ഒരു വോള് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, മേക്ക് ഓവർ ചെയ്തതാണ് ഈ വോള്. അതും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് അത്യാവശ്യം ഒരു ബെഡ്റൂമാണ്. ഇവിടെ നമ്മൾ തുണിയൊക്കെ ഹാങ് ചെയ്യുന്നൊരു ഹാങ്ങർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബെഡ്റൂമിൽ ബെഡ് ഇട്ടിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മേക്ക് ഓവർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഏകദേശം എപ്പോഴും ഇരിക്കുന്നത്. പിന്നെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടേ ഉള്ളൂ. ബാത്ത് ടബും ഒക്കെ ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ്. കൂടുതലായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല, ബാത്റൂം ഒക്കെ എന്ത് കാണിക്കാനാണ്. ഞാൻ പിന്നെ മേക്ക് ഓവർ വീഡിയോയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടാൽ മതി. ഇനി നമുക്ക് ഈ വീടിൻ്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ബാൽക്കണി കാണാം. ഞങ്ങളുടെ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ ബാൽക്കണി. പ്രത്യേകിച്ച് വിൻ്റർ സമയത്ത് ഞങ്ങൾ മിക്കപ്പോഴും ബാൽക്കണി വന്നാണ് ഇരിക്കാറുള്ളത്. ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ ഒരുപാട് മിസ് ചെയ്യും കേട്ടോ ഞങ്ങൾ. ഈ ഒരു വ്യൂ കാരണം ബീച്ചും ഇപ്പം നല്ല നിങ്ങൾക്ക് കാണാമായിരിക്കും, മണ്ണൊക്കെ നനഞ്ഞ് കിടക്കുകയാണ്. കാരണം ഇവിടെ കുറച്ച് ദിവസമായിട്ട് മഴയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടൊരു വെട്ടക്കുറവുണ്ട്. മഴ ഇച്ചിരി മങ്ങിയാണ് നിൽക്കുന്നത്, മൂടി നിൽക്കുവാണ്, സൺലൈറ്റൊക്കെ കുറവാണ്. പിന്നെ നമ്മൾ ബാൽക്കണി മേക്ക് ഓവർ ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. പിന്നെ ഇവിടെ ഇട്ടിരുന്ന കല്ലും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി. പിന്നെ ബാൽക്കണി നല്ല മെസ്സായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഈ ഒരു വ്യൂ അടിപൊളിയായിട്ട് മിസ് ചെയ്യും കേട്ടോ. അതാണ് അൻസാർ മോള് നേരെ കാണുന്നത്. ഇവിടെയാണ് ഒരു പുതിയ കട വന്നു, നൈറ്റ് എന്ന് പറഞ്ഞൊരു കട. പിന്നെ നേരെ കാണുന്നത് അത് പാർക്കാണ്. ആ ബാക്കിൽ ഇത്രയും ഇങ്ങനെ കാണുന്നത് ബീച്ചാണ്. ആ ബിൽഡിങ്ങിൽ ഈയിടെ ഒരു ഫയർ ഉണ്ടായിരുന്നു കേട്ടോ.
അവിടെ ഒരു റൗണ്ട് ബോട്ടും ഒക്കെയാണ്. ആ ഒരു പാലത്തിനപ്പുറത്താണ് ദുബായ്, ഇപ്പുറത്ത് ഷാർജ, അങ്ങനെയാണ്. ഈ കിച്ചണാണ് ബാക്കിയുള്ളത്. പക്ഷേ കിച്ചൺ ഞങ്ങൾ ഫ്ലാറ്റ് മാറിയതിന് ശേഷമാണ് കേട്ടോ ഞാനിത് എടുത്തേക്കുന്നത്. ലാസ്റ്റായിട്ട് എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്ന് നോക്കാനായിട്ട് ചെന്ന സമയത്താണ് ഈ ഒരു ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുള്ളത്. സോറി, എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഏകദേശം കിച്ചൺ എങ്ങനെയാണെന്നൊന്ന് കണ്ടല്ലോ. ഞാൻ എന്തായാലും പുതിയ ഫ്ലാറ്റിൽ എങ്ങനെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽഡ് കിച്ചൺ ടൂർ ഉടനെ ഇടാം. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ കുഞ്ഞു സ്വർഗം ഒരു 3-3.5 വർഷത്തോളം. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് നല്ല മെമ്മറീസ് ഉള്ളൊരു വീടാണ്. ഞങ്ങൾക്കിത് എന്നും ഞങ്ങളുടെ ഒരു മെമ്മറി ആയിട്ട് തന്നെ യൂട്യൂബിൽ ഈ വീഡിയോ കാണും. ഞങ്ങൾക്കും ഭാവിയിൽ എപ്പോഴും ഇത് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. അപ്പം ഞങ്ങളുടെ ഈ ചെറിയ ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ പുതിയ വീടിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. See you all. Bye.